My name is Eliza, and today my sister and I are going to be presenting the story The Blue Jackal in Malayalam, which is Neela Kurkan. അലക്കുകാരുടെ ഗ്രാമത്തിൽ സൂത്രശാലിയായ ഒരു കുറുക്കൻ കോഴിയെ മോഷ്ടിക്കാനെത്തി. കൊഴുത്ത് തടിച്ച് കോഴികളെ കണ്ടപ്പോൾ തന്നെ കുറുക്കന്റെ വായ വെള്ളം ഊരി. അവൻ കോഴിക്കൂട്ടിലേക്ക് പതുക്കെ തലയിട്ടു. കോഴികൾ ഉണർന്നു, ഒച്ചയിട്ടു. ഒച്ച കേട്ട് കാവൽ നായ്ക്കൾ ഉണർന്നു. കുറുക്കൻ ഓടി, പുറകെ കാവൽ നായ്ക്കളുണ്ട്. അലക്കുകാർ ഉണക്കാനിട്ട തുണികൾ കിടയിലൂടെ കുറുക്കൻ പാഞ്ഞു. അവിടെ ഒരു വീപ്പാക്കെടുക്കുന്നത് അവൻ കണ്ടു. അതിൽ കയറി ഒളിക്കാൻ കുറുക്കൻ തീരുമാനിച്ചു. പിന്നെ ഒരൊറ്റ ചാട്ടം ചാടി. ബ്ലും ബ്ലും ബ്ലും. തുണികൾ മുക്കാനായി നീളം. കലക്കി വെച്ച വെള്ളമായിരുന്നു അതിൽ നിറയെ. ഒരു വിധത്തിൽ കുറുക്കൻ വീപ്പായിൽ നിന്ന് പുറത്ത് കടന്നു. കാവൽ നായ്ക്കൾ തൊട്ടടുത്തെത്തി. കുറുക്കൻ പേടിച്ചു പോയി. ഇനിയും എന്തോ ചെയ്യും? എന്നാൽ കാവൽ നായ്ക്കൾ വന്ന വേഗത്തിൽ തിരിച്ചോടി. അത് കണ്ട് കുറുക്കൻ അത്ഭുതപ്പെട്ടു. പിന്നീട് കുറുക്കൻ കാര്യം ബോധ്യപ്പെട്ടു. വീപ്പായിൽ വീണ കുറുക്കന്റെ നിറമാകെ നീലായിരുന്നു. കാട്ടിലെത്തിയ കുറുക്കനെ കണ്ട് മറ്റു മൃഗങ്ങൾ ഭയന്നു പോയി. അവർക്കിടയിലൂടെ അവൻ രാജാവിനെ പോലെ ഗമയിൽ നടന്നു. വലിയൊരു പാറയുടെ മുകളിൽ കയ്യിലിരുന്ന് അവൻ പ്രഖ്യാപിച്ചു, ഈ കാടിനെയും ഞാൻ ഭരിക്കും. രാജാവ് നീണാൽ വാഴട്ടെ. മൃഗങ്ങളെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രാജാവായ നീല കുറുക്കൻ മറ്റു കുറുക്കന്മാരെല്ലാം നാടുകടത്തി. പുലിയും സിംഹവും വേട്ടയാടി കൊണ്ടുവന്ന് ഇറച്ചി കഴിച്ച് നീല കുറുക്കൻ സുഖമായിട്ട് ജീവിച്ചു. ഒരിക്കൽ നിലാവുള്ള രാത്രി മൂക്കുമുട്ട അത്താഴം കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ കുറുക്കൻ കൂവണമെന്ന് തോന്നി. വയറ് നിറഞ്ഞാൽ ഓറിയിടുന്നത് കുറുക്കന്മാരുടെ സ്വഭാവമാണല്ലോ. രാജാവാണെന്ന് ഓർക്കാതെ നീല കുറുക്കൻ നീട്ടിക്കൂവി. കാട് മുഴുവൻ ആ കൂവൽ കേട്ട് ഞെട്ടിയുണർന്നു. മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. കുറുക്കൻ അപകടം മനസ്സിലായി. മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവിടെ നിന്ന് ഓടി. കാട്ടിലെ മൃഗങ്ങൾ അവന്റെ പിന്നാലെ. Thank you for listening to our presentation. I hope you like it.